മൈലാഞ്ചിരുന്ന ഹെന്ന ആർട്ടിസ്റ്റുകളെ സമ്മതിക്കണം. ഇപ്പത്തെ സൈഡ് ഭംഗിയിലിട്ടെന്നിട്ടുണ്ട്. എന്താണ് പക്ഷെ വീഡിയോയില് ഭംഗി ബൈക്ക് മറ്റേത് ഇതുപോലത്തെ ഒരു ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബലിപെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ അവസാനം വരെയും കണ്ടിട്ട് ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇതേ ആട് എത്തിയിട്ടുണ്ട്, പെരുന്നാളിന് നമുക്ക് കൊടുക്കാനും വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. താങ്ക് യു. വയറൊട്ടിക്കണക്കാ അതുകൊണ്ട് വെള്ളം കൊടുത്തിട്ടില്ല എന്നുള്ള ധൈര്യം അല്ലേ വയറൊട്ടിയതുകൊണ്ട്. ഇപ്പൊ വെള്ളം തരാട്ടാ, വെള്ളം തരാ, ഭക്ഷണം തരാ, ഒക്കെ തരാ, അയാൾക്കൊരു കുത്തും തരാ. കുളിപ്പിച്ചു കൊടുക്കണമെന്നാ വേണ്ടക്ക പേടിക്കും കുട്ടി. വയറുവേദന എടുക്കുന്ന ചെടികളൊന്നും കൊടുക്കല്ലേ, വയറുവേദന എടുക്കണ പോലത്തെ ചെടികൾ ഉണ്ടാവും ചിലപ്പോ, അതൊന്നും കൊടുക്കല്ലേ. കുത്ത് ഇക്ക കഴുത്ത് മുറുകിണ്ടാ നോക്കി, ദേഷ്യം വെന്നിക്കതിന് എന്താ. ആ മതി മതി, ഇനി നീ ടൈറ്റ് ആക്കണം. ശരി എല്ലാരും നമുക്ക് പോവാം. അല്ല ആട് നമ്മളെയൊക്കെ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് പോടിയാർന്ന് ഒരു കൂട്ടം ജനങ്ങൾ ഇത് എവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒന്ന് ഡ്രസ്സ് എടുക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് റെഡി ആവാൻ നിൽക്കുകയാണ്. എനിക്ക് ജലദോഷം ആയതുകൊണ്ട് തന്നെ ഞാൻ കുളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫേസ് വാഷ് ചെയ്യാനും വേണ്ടിയിട്ട് ഞാൻ ഡെർമാവൈവിൻ്റെ ഹൈഡ്രാ ക്ലെൻസറാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ വന്നിട്ട് നമ്മുടെ നാച്ചുറൽ കൊളൈഡ് ഓട്ട്മീൽ അടങ്ങിയത് കൊണ്ട് തന്നെ നമ്മുടെ pH വാല്യൂ നിലനിർത്തും കേട്ടോ. സ്കിന്ന് നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കിയിട്ട് നമുക്ക് നൽകുന്നതാണ്. ഇത് സോപ്പ് ഫ്രീ ആണ്, ഒരു വൃത്തിയായിട്ട് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഇങ്ങനെ കുറച്ചെടുത്തിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ വാഷ് ചെയ്താൽ മതി. നമ്മുടെ ഡെഡ് സ്കിൻസൊക്കെ പോയിട്ട് ഡെഡ് ടിഷ്യൂസൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ പോയിട്ട് നമുക്ക് സ്കിന്ന് നല്ല സോഫ്റ്റ് ആക്കി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. ഇതേ അപ്പോൾ ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ വില വന്നിട്ട് 900 രൂപയാണ് 120 മില്ലിക്ക്. അപ്പോൾ ഇനി അടുത്ത് ഞാൻ ന്യൂട്രിഡമിൻ്റെ മോയ്സ്ചറൈസിങ് ലോഷനാണ്, അതായത് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. കൂടുതലൊന്നും ഇടുന്നില്ല, പുറത്തേക്ക് പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവാതിരിക്കാനും വേണ്ടിയിട്ട് നമ്മളിത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇതിൽ വൈറ്റമിൻ ഇ അടങ്ങിയതുകൊണ്ട് തന്നെ നമുക്ക് ആൻറ്റി ഏജിങ് ആയിട്ട് ഇത് ആക്ട് ചെയ്യുന്നുണ്ട്. നല്ലൊരു സംഭവമാണ് കേട്ടോ, നല്ല സോഫ്റ്റായി സ്മൂത്തായി നിൽക്കും. ഇനിയിപ്പോൾ മേക്കപ്പ് ഒക്കെ ഇടുന്നവർക്കാണെങ്കിൽ ഇതൊരു പ്രൊട്ടക്ടറായിട്ട്, അതായത് നമുക്കൊരു പ്രൈമറായിട്ടും യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സാധനമാണ്. അപ്പോൾ അത് ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാനിത് വാങ്ങാനുള്ള ലിങ്ക് വന്നിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒന്ന് റെഡിയായി എല്ലാ കുട്ടികളെയൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ഇതേ പോകുന്നുണ്ട് കേട്ടോ. എടുത്തെടുത്തു കാരെടുത്തു, കരയുണ്ട അമ്മിൻ്റെ മുത്ത് കരയുണ്ട കേട്ടോ. നമുക്ക് ടാറ്റു പോകാം, ചുച്ചു ടാറ്റു പോകാം. ടോയ്സൊക്കെ എടുത്താ ചുച്ചിൻ്റെ ഡ്രസ്സ് ശരിയായി കൊടുക്കാം. ഞാൻ കുട്ടികൾക്ക് തുറന്ന് കൊടുക്കൂ. ചെരുപ്പുണ്ട്. അപ്പൊ പൊക്കല്ലേ. അപ്പൊ നമ്മള് ചുറ്റുമണി ചുമ, എല്ലാവർക്കും ചുമയും പനിയും ജലദോഷവും എനിക്കും ഉണ്ട്. ആയാലും മിണ്ടാണ്ടിരിക്കോടാ. അപ്പൊ എല്ലാം ആയിട്ട് ഇരിക്കുകയാണ്, ആകെ ടയേർഡാണ്. പക്ഷെ ടയേർഡാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് പെരുന്നാൾ ഡ്രസ്സ് കുട്ടികൾക്ക് എടുക്കണമല്ലോ. എനിക്കൊന്നും എടുക്കുന്നില്ല, പക്ഷെ എനിക്കുണ്ട് ഡ്രസ്സ്. അയാനക്കും എടുക്കണം, കുട്ടികൾക്കൊക്കെ എടുക്കണം. പിന്നെ ആർക്കൊക്കെ എടുക്കണം എന്നുള്ളത് അവിടെ നിന്ന് കാണിച്ചു തരാം. അയാൾക്ക് ചെരുപ്പും വേണം അത്ര, അതിൻ്റെ ഷൂ ഒക്കെ കേടുവന്നിട്ട് കുറേ ആയി. അപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അവിടെ പോയിട്ട് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എന്താ പറയുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. സ്കൂളിൽ കല്ലിയാണ്, സ്കൂളിലേക്ക് പോണേ ഇല്ല. ഇപ്പോൾ ഒന്നാമത്തെ പനി, അതിൻ്റെ ഒരു ക്ഷീണമൊന്നും മാറിയില്ല. അപ്പോൾ ഇവരെയൊക്കെ നമ്മൾ അവിടെ എൻ്റെ അമ്മാൻ്റെ
വീട്ടിൽ കൊണ്ടാക്കിയതിന് ശേഷമാണ് നമ്മൾ പോണത്. ഹേസന് നല്ല പനിയാണ്, അതുകൊണ്ട് ഹേസനെ ഒന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണമെന്നുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ കുട്ടികളെ അവിടെ ആക്കിയതിന് ശേഷം ഞാനും റനക്കുട്ടിയും എന്നെയും റനക്കുട്ടീനെയും ഇക്ക ഷോപ്പിലാക്കിയിട്ട് ഹേസനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാനും വേണ്ടിയിട്ട് ഇക്ക പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒറ്റയ്ക്കാണ് കേട്ടോ ഷോപ്പിംഗ് ചെയ്തത്. നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനൊക്കെ നമുക്ക് കാണാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം. പിന്നെ ചുച്ചുക്കുട്ടീൻ്റെ മുടി അന്ന് അങ്ങനെ ഇരിക്കുന്നത് കെട്ടിക്കൊടുത്തൂടെ എന്ന് ചിലർ ചോദിക്കാം. അവൾ മുടിയൊക്കെ സൈഡൊക്കെ വെട്ടിയിട്ട് എത്ര കെട്ടിയാലും നിൽക്കാത്ത അവസ്ഥയിലേക്കായി മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ റനക്കുട്ടിക്ക് ഓരോ ടൈപ്പ് മോഡൽ ഡ്രസ്സസ്സൊക്കെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി കുട്ടികളുടെ ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ആലോചിച്ചത് നമ്മൾ ഷൂട്ട് ചെയ്തില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ റനാക്ക് എടുക്കുന്ന ആ ഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് കാണിക്കുന്നതാണ് കേട്ടോ. ബാക്കിയൊക്കെ വീട്ടിൽ പോയിട്ട് മക്കൾക്ക് എടുത്ത ഡ്രസ്സൊക്കെ കാണിക്കാം. ഒക്കെ ജസ്റ്റ് സിമ്പിളായിട്ട് ഒക്കെ എടുത്തിട്ടുള്ളൂ. പിന്നെ ഹയാനും ഹേസനും നല്ല അടിപൊളി ഒരേപോലെയുള്ള ഡ്രസ്സാണ് എടുത്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കാണിച്ചു തരാം. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് പ്രൊഡക്ട്സ് വാങ്ങണമായിരുന്നു. മസ്കാരൊക്കെ തീർന്നിട്ട് കുറേ ആയെന്ന് വിചാരിച്ചിട്ട് വാങ്ങാനായി പോയ സമയത്ത് അവർ സീല് പൊട്ടിച്ച സാധനങ്ങൾ തന്നു വേറൊരു ഷോപ്പിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു സീല് പൊട്ടിച്ച് എന്തായാലും എനിക്കും വേണ്ട, നല്ലത് തരാണെങ്കിൽ തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് അതൊന്നും എടുത്തില്ല. പിന്നെ റനക്കുട്ടി ഇങ്ങനെ വേറൊരു ഷോപ്പിൽ ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. പിന്നെ നമ്മൾ ഇയർ ഡ്രോപ്സ് കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടൊന്നും കാര്യമില്ലല്ലോ, നമ്മളിട്ടാലും കാണൂല. അങ്ങനത്തെ കാര്യങ്ങളോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല, ജസ്റ്റ് ഇങ്ങനെ നോക്കി നിൽക്കാറുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ, അതായത് അമ്മാൻ്റെ വീട്ടിലേക്കാണ് നേരെ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് ഡ്രസ്സുകളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഈ ഒരു പാൻറ്റ് ഈ ഒരു ടോപ്പാണ് നമ്മൾ നമ്മുടെ ചുച്ചുക്കുട്ടിക്കും വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ക്യൂട്ടായിട്ടുണ്ട്, അവർക്ക് സിമ്പിളായിട്ട് ഇടാനും പറ്റിയ നല്ലൊരു സംഭവമാണ്. അപ്പോൾ മറ്റൊരു ടോപ്പും കൂടെ എടുത്തിട്ടുണ്ട്. ആ ടോപ്പിനൊക്കെ 200 സംതിങ് വിലയുള്ളൂ. പാൻറ്റിന് 400 സംതിങ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തത്. ആദ്യം ആ വിലയായിരുന്നു, പിന്നെ അവർ മാറ്റിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. 500 സംതിങ് ആക്കിയിട്ടുണ്ടായിരുന്നു. അതെനിക്ക് തീരെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് ഈ ഒരു പാൻറ്റ് വന്നിട്ട് ഹയാൻ്റെ പാൻറ്റും അതുപോലെ ഷർട്ടും ഹയാൻ്റെ, അതുപോലത്തെ കുഞ്ഞ് ഷർട്ട് നമ്മുടെ ഏതും കുട്ടനും ചോദിച്ച് വാങ്ങിച്ചതാണ് കേട്ടോ. രണ്ടുപേർക്കും ഒരേപോലെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ്. ഈ ഷർട്ടിനൊക്കെ നല്ല വിലയുണ്ട് കേട്ടോ. ഹയാൻ്റെക്ക് 700 സംതിങ് അങ്ങനെ എന്തോ ഉണ്ട്, ഹേസനും 600 സംതിങ് വിലയുണ്ട്. പാൻറ്റിനും അതുപോലെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതേ നമ്മുടെ റനക്കുട്ടിയുടെ ഡ്രസ്സാണിത്. ഇഷ്ടപ്പെട്ടോ? അത്ഭുതം. റനാൻ്റെ ടോപ്പ്, റനാൻ്റെ പാൻറ്റ് കൊണ്ടു. റനാക്ക് ഇങ്ങനത്തെയൊക്കെ ഡ്രസ്സാണ് ഇഷ്ടം. ശരി, ഇപ്പൊ അവളുടെ ഇഷ്ടത്തിന് നമ്മൾ വിട്ടുകൊടുക്കുന്നു. ഇനി എനിക്ക് മെഹന്തി ഇടുന്ന പരിപാടി. അപ്പൊ ഇതാണ് ഡ്രസ്സുകൾ. എന്താ ഡിസൈൻ? കോപ്പിറൈറ്റ് ടിവി അത് ഇട്ടൂലാലോ റന, നീ എന്താ എന്നെ പഠിപ്പിക്കുന്നത്? ഇത് കോളാക്കണ്ട, ഇതിന്റെ കൂടെ ചെയ്തു. അപ്പൊ ഏതെങ്കിലും സിമ്പിൾ ഡിസൈൻ, എന്റെ നോർമൽ എപ്പോഴും. അങ്ങനെ കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ റനക്കുട്ടിക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അതിന് മുമ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കാരണം എനിക്ക് ഒരുപാട് നേരം ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല, വീണിട്ട് നമ്മുടെ കോക്സിക്സ് പ്രോബ്ലം ആയതുകൊണ്ട് അതുകൊണ്ട് പിന്നെ ചെയ്ത് കൊടുക്കാറില്ല. ഇപ്പോൾ അവൾ റിക്വസ്റ്റ് ചെയ്തപ്പോൾ പാവം ശരി ഇരിക്കട്ടെ, നമ്മുടെ എപ്പോഴും ബുദ്ധിമുട്ടുകൾ മാത്രം നോക്കിയിട്ട് കാര്യമില്ലല്ലോ, മക്കളുടെ ഇഷ്ടം നോക്കണ്ടേ, അതുകൊണ്ട് അങ്ങനെ ഇരുന്ന് ഒരു മൊക്കായി. അതിന് ശേഷം കടന്നു മൈലാഞ്ചി ഇട്ടിട്ടിട്ട് എനിക്ക് ഈ കയ്യിൽ ഇതാ, ഇത് നമ്മൾ ഇന്റർനെറ്റിൽ നോക്കി എടുത്തൊരു ഡിസൈൻ ല്ലോ. മൈലാഞ്ചി എടുത്ത് ഹെന്ന ആർട്ടിസ്റ്റുകളെ സമ്മതിക്കണം. ഇപ്പഴത്തെ സൈഡ് അമ്മി ഭംഗിയിൽ ഇട്ട് തന്നിട്ടുണ്ട്, കുഴപ്പമില്ല. ഞാൻ തളർന്നു പോയതാണ്. പിന്നെ ഇതേ ആ ഒരു സമയത്ത് അവിടെ കിച്ചണിൽ അമ്മ നാളേക്ക്, അതായത് പെരുന്നാൾക്കും വേണ്ടിയിട്ടുള്ള ചിക്കനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ട് ഇന്ന് തന്നെ മസാലയൊക്കെ പുരട്ടി വയ്ക്കാം. അപ്പോൾ നാളേക്ക് ആകുമ്പോഴേക്കും അടിപൊളി ടേസ്റ്റ് ആവുമല്ലോ എന്ന് പറഞ്ഞിട്ടാ. നിങ്ങൾ മാത്രം തിന്നാൽ മതിയോ? ചുച്ചിന് കൈ കാട്ട്. അതെന്നെ പറഞ്ഞ ബാക്കിലിട്ട് എങ്ങനെ ആവുന്നു. ഉള്ളിൽ കാട്ട് കൈൻ്റെ ഉള്ളിൽ കാട്ട് നോക്കട്ടെ. ഡിസൈൻ കാണിച്ചു കൊടുക്കല്ലായിരിക്കും. അമ്മിന്റെ ഇന്റർനാഷണൽ ഡിസൈനാണ്. നമ്മൾ ഷോപ്പിലൊക്കെ ചില്ലി ചിക്കൻ ഉണ്ടാവില്ല റെസ്റ്റോറൻറ്റിൽ, അതേപോലെ അടിപൊളി ടേസ്റ്റുള്ള സൂപ്പർ റെസിപ്പിയാണ്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാനും നമ്മുടെ നാടൻ മൈലാഞ്ചി അവിടെ ഷിബിൽ അരച്ചതുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാനും കൂടെ ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ അതേ ഇവിടെ വന്നിട്ട് ഇവർ ഈ ചിക്കൻ വാഷ് ചെയ്തെല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ച് കോൺഫ്ലോർ ഇല്ലേ, ആ മാവ് കോൺഫ്ലോറിൽ കൊണ്ട് ഒരു 2 സ്പൂൺ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പം അതിൻ്റെ ഈ ബ്ലഡ് കാര്യങ്ങളൊക്കെ പോകാനും വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു കേട്ടോ. ഗൈസ്, എന്നെ സമാധാനത്തിലിരിക്കാൻ വേണ്ടിയുള്ള റെന വീഡിയോ എടുക്ക് ഞാൻ കംപ്ലൈൻറ്റ് ചെയ്യാണ്. എന്ത് കേക്ക
റന വീഡിയോ എടുക്കും, റന അതെടുക്കും, റന ഇതെടുക്കും. എന്റെ മൈലാഞ്ചി ഓ എന്താ അതൊന്ന് ഉണങ്ങാൻ സമയം കൊടുക്കുവോ? ഞാൻ ക്യാമറ പിടിച്ചിരിക്കുന്ന ഫോണില് മൈലാഞ്ചി ഉണ്ട്. ശേഷം ഞാനിപ്പോ മടിച്ച അമ്മയാണ്. ഞാനൊന്ന് ഇട്ടോട്ടേന്ന് മടിച്ചായിട്ടല്ല, നിങ്ങളുടെയൊക്കെ ഓരോ പണികൾ ചെയ്ത് എനിക്ക് അമ്മ ഇട്ടുതരാറില്ല. എപ്പോഴാണ് കുറെ കാലത്തിന് ശേഷം ഇട്ടെന്നിട്ടുള്ളത്. ചെറുപ്പിലിട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് വിളിക്കാനും വിളിക്കാനും ഒന്നും പറ്റാത്ത TV ഇന്റർനാഷണൽ ഡിസൈൻ. അപ്പം എല്ലാം കഴുകിയതിന് ശേഷം വലിയ പീസിൽ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട് അമ്മ. അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ തലേ ദിവസം തന്നെ ആക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു വേറെ ടേസ്റ്റ് ഉണ്ടാവും. ഇത് വന്നിട്ട് വെളുത്തുള്ളി പേസ്റ്റ് 2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി പേസ്റ്റ് അതുപോലെ 2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിനുശേഷം കാശ്മീരി ചില്ലി പൗഡറാണ് ഇതുപോലുള്ളൊരു സ്പൂണിൽ 1 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗരം മസാല 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തത് ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, ചില്ലി ചിക്കൻ്റെ പൗഡറാണ്. ഇവിടെ റെഡിമെയ്ഡായിട്ട് കിട്ടും കേട്ടോ. അതിനുശേഷം കോൺഫ്ലോറും കൂടെ 2 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ട് 1 മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കലാണ് അടുത്ത പരിപാടി. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറുനാരങ്ങ നീര് കേട്ടോ, ഒരു 2 ചെറുനാരങ്ങയുടെ നീരാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനിയാണ് കേട്ടോ മിക്സ് ചെയ്യുന്നത്. തൊടാൻ പാടില്ല, അത് മൈലാഞ്ചിയാണ്. അപ്പൊ മിക്സ് ചെയ്യുമ്പോ ഒരു റെഡ് കളർ ആണ് വരുന്നത്. ഇത് വന്നിട്ട് 3.5 കിലോ ഇറച്ചിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 2 കോഴി അങ്ങനെ എന്തോ. പിന്നെ വെള്ള എള്ളില്ല, അതും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല കാണാനും സൂപ്പറായിരിക്കും പൊരിച്ച് കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത്. നാളെ പെരുന്നാളിൻ്റെ ദിവസമാണ് ഇത് പൊരിക്കുന്നത്. നിങ്ങളിപ്പോൾ കാണും ഇന്ന് പെരുന്നാളായിരിക്കും പറഞ്ഞ പോലെ. നോക്കട്ടെ. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ട് വലിയൊരു പാത്രത്തിലേക്ക് ആക്കി മാറ്റിയിട്ട് നമ്മളിത് ഇനി ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ. ഫ്രിഡ്ജിൽ തീരെ സ്ഥലം ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് സാധനങ്ങൾ എടുത്ത് മാറ്റിയതിന് ശേഷമാണ് അത് വെച്ചിട്ടുണ്ടായിരുന്നത്. ബാലവേല ചെയ്യിപ്പിക്കണമെന്ന് വിചാരിക്കുന്നു. ദിയാക്ക് പണികൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അയ്യോ, അവിടുന്ന് ബാഗിൽ ഒരാൾ എന്നെ പോലെ എത്ര സ്റ്റൈലില് എത്ര വൃത്തിയായിട്ടാണ് ദിയക്കുട്ടി പാത്രം കഴിയണം നോക്കി. പിന്നെ മെല്ലെ മെല്ലെ വാ ഗുഡ് ഗേൾ. ഇവിടെ ഹയാന് ചിക്കൻ വരട്ടാനും വേണ്ടിയിട്ടുള്ള ഹെൽപ്പുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ബാക്കിൽ നിന്ന് ഒരാൾ ചുമച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചുമക്കാൻ മാത്രം അറിയുന്ന ഒരാൾ. ഞാൻ എൻ്റെ കയ്യിൽ മാത്രം ഇട്ടിട്ടുള്ളൂ. അത് വൃത്തിയോടായിട്ടിട്ട് ആ വിരലിട്ടിട്ട്. പിന്നെ എൻ്റെ കയ്യിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതുപോലെ നാടൻ മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞാൽ മിക്ക മൈലാഞ്ചികളും അധികം ചോക്കാറില്ല കേട്ടോ. ഈ ഒരു കളറേ വരുള്ളൂ. അപ്പം ഞാനത് വാഷ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പിന്നെ ഒരുപാട് നേരം ഇരിക്കാനും പറ്റില്ലല്ലോ ചെറിയ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ കുറച്ച് എണ്ണയും കൂടെ തേച്ചിട്ട് ആ ഒരു മണം വാവ് നല്ല രസമല്ല. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണയും കൂടെ തേച്ചിട്ടുണ്ടായിരുന്നു. നോക്ക് കുട്ടിയുടെ കൈ നോക്കി, ഒന്നും പറയില്ല നിങ്ങള്. എന്താണ് എന്ത് നിങ്ങളുടെ പേര് എഴുതണ? നിങ്ങൾ കല്യാണ ചെക്കൻ നിങ്ങളുടെ പേര് എഴുതാന് കോപ്പറേറ്റ് ചെയ്തു. പേരെഴുതണ ഭംഗിയുണ്ടാ? അവൻ വയറ്റിലാക്കിയ പോലെ ഇരിക്കുന്നു നോക്ക്. അവനും പ്രഗ്നന്റ് അത്ര എന്തെങ്കിലും ഒന്ന് പറയുന്നു. വയറിൽ ഫുള്ള് സാധനങ്ങൾ. ആരിട്ടെന്ന് പറ.